യുകെയെ വെള്ളത്തിൽ മുക്കാൻ കോനാൽ കൊടുങ്കാറ്റ്. ഇംഗ്ലണ്ടിലും വെയിൽസിലും ആഞ്ഞടിക്കും കാറ്റിനൊപ്പം കനത്ത മഴയും വെള്ളപ്പൊക്കവും. വീടുകൾ മുങ്ങും, വൈദ്യുതിയും ഗതാഗതവും തടസ്സപ്പെടും. ജാഗ്രതാ മുന്നറിയിപ്പുകൾ. കഴിഞ്ഞ വാരാന്ത്യത്തിൽ വീശിയടിച്ച ബെർട്ട് കൊടുങ്കാറ്റ് വിതച്ച കനത്ത നാശനഷ്ടങ്ങളും ദുരിതവും മാറുമുമ്പേ മറ്റൊരു കൊടുങ്കാറ്റ് കൂടി യുകെ തീരം തൊടുന്നു. കോനാൽ എന്നു പേരിട്ടിരിക്കുന്ന കൊടുങ്കാറ്റ് സദേൺ ഇംഗ്ലണ്ടിൽ കനത്ത മഴ പെയ്യ്ക്കുമെന്നും നിലവിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ കൂടുതൽ ദുരിതങ്ങൾക്ക് ഇടയാക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു. കൊടുങ്കാറ്റിന്റെ പ്രധാന ഭാഗം യുകെയിലേക്ക് കടക്കുകയില്ലെന്നതിനാൽ കാറ്റിനേക്കാളേറെ കനത്ത മഴയും വെള്ളപ്പൊക്കവുമായിരിക്കും ബാധിക്കുക. ചൊവ്വാഴ്ച രാത്രി 22 മണി മുതൽ ബുധനാഴ്ച ഉച്ചവരെ യുകെയുടെ പല തെക്കൻ പ്രദേശങ്ങളിലും ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കനത്ത മഴയുടെ യെല്ലോ കാലാവസ്ഥാ മുന്നറിയിപ്പും മെറ്റ് ഓഫീസ് പുറപ്പെടുവിച്ചു. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും പല ഭാഗങ്ങളിലും ഒറ്റരാത്രികൊണ്ട് കനത്ത മഴയാൽ വെള്ളപ്പൊക്കം നിറഞ്ഞ അവസ്ഥയുണ്ടാകും. സദേൺ യുകെ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതിനാൽ കോനാൽ ഇനിയും വികസിച്ചുകൊണ്ടിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. രാത്രി കിഴക്കോട്ട് നീങ്ങുന്നതിനു മുമ്പ് കാറ്റുനീക്കത്തിന്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും മഴ വളരെ കനത്തതായിരിക്കും. ബെർട്ട് കൊടുങ്കാറ്റ് കാര്യമായി ബാധിക്കാതിരുന്ന പ്രദേശങ്ങളിലാണ് കോനാലിന്റെ കടന്നുവരവ് എന്നതും ശ്രദ്ധേയമാണ്. ഇംഗ്ലണ്ടിന്റെ തെക്കൻ തീരത്തിനടുത്തും തെക്കുകിഴക്കൻ തീരത്തും 15 മുതൽ 20 മില്ലിമീറ്ററും 30 മുതൽ 40 മില്ലിമീറ്ററും മഴ പ്രതീക്ഷിക്കാം. ലിങ്കൺഷെയർ, പീക്ക് ഡിസ്ട്രിക്ട്, മിഡ്ലാൻഡ്സ് എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്തൊഴിയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നു. നോർഫോക്ക്, സഫോൾക്ക്, എസ്സെക്സ്, കെന്റ് എന്നിവയുടെ തീരപ്രദേശങ്ങളിലും നിയർ കെയിൽ ഫോഴ്സ് കാറ്റ് അനുഭവപ്പെടും. കാറ്റിനും ചാറ്റൽ മഴയ്ക്കൊപ്പം ആലിപ്പഴവും പെയ്യും. എന്നാൽ നോർത്തിൽ, സ്കോട്ട്ലൻഡിലും ലേക്ക് ഡിസ്ട്രിക്റ്റിലും മഞ്ഞുപെയ്ത്ത് പ്രതീക്ഷിക്കുന്നു. റോഡുകൾ വെള്ളത്തിൽ മുങ്ങുകയും മിന്നൽ പ്രളയവും വ്യാപക ഗതാഗത തടസ്സത്തിന് കാരണമാകും. റെയിൽ ഗതാഗതവും പലയിടത്തും തടസ്സപ്പെടും. വാഹന ഡ്രൈവർമാർ പ്രത്യേക ജാഗ്രതാ മുൻകരുതലുകൾ സ്വീകരിക്കണം. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ബെർട്ട് കൊടുങ്കാറ്റ് കൊണ്ടുവന്ന കനത്ത മഴയും ശക്തമായ കാറ്റും കുറഞ്ഞത് 5 മരണങ്ങൾക്ക് കാരണമായി. വീടുകൾ, റോഡുകൾ, റെയിൽ ശൃംഖലകൾ എന്നിവ വെള്ളത്തിൽ മുങ്ങുകയും കാര്യമായ ഗതാഗത തടസ്സങ്ങളും നേരിട്ടിരുന്നു. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വെള്ളത്തിനടിയിലായതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും ഇപ്പോഴും വൃത്തിയാക്കൽ പുരോഗമിക്കുകയാണ്. അപ്പോഴാണ് കോനാലിന്റെ വരവ്. ഇത് ദുരിതവും നാശനഷ്ടങ്ങളും ഇരട്ടിയാക്കുമെന്നും കണക്കാക്കപ്പെടുന്നു.